ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ജനറേഷനെ ട്രോളി ഇൻസ്പയർ ചെയ്യുന്ന ചില റിയൽ ലൈഫ് ലെജൻസ് ഉണ്ട്. അവരുടെ സ്റ്റോറീസ് കേട്ടാൽ നമുക്ക് തോന്നും എങ്ങനെയാണ് ഇവർക്ക് ഇത്ര പ്യുവർ ആയിരിക്കാൻ പറ്റുന്നതെന്ന്. അങ്ങനെ ഈശോയ്ക്കായി ജീവിച്ച ചില അത്ഭുതകരമായ വ്യക്തികളെയും വിശുദ്ധരെയും നല്ല മനുഷ്യരെയും പരിചയപ്പെടുത്തുകയാണ് ഈ പുതിയ സീരീസ് ഗൈഡൻസ് റിയൽ ലൈഫ് സ്റ്റോറീസ് ദാറ്റ് ഇൻസ്പയർ യു. ഇന്ന് ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച ഒരാളെ പറ്റി കേട്ടാലോ? യേശുവിനെ ചിരിച്ചുകൊണ്ട് തന്റെ വേദനയിൽ പോലും ചങ്കായി സ്നേഹിച്ച ബ്ലെസ്ഡ് ചിയാര ലൂസ് ബദാനോ. 1971 ഒക്ടോബർ 29 ഇറ്റലിയിലെ ചെറിയ ഗ്രാമമായ സസെല്ലോയിൽ ചിയാര ജനിച്ചു. അപ്പൻ ഒരു സാധാരണ ട്രക്ക് ഡ്രൈവർ, അമ്മയാണെങ്കിൽ ഒരു പാവം വീട്ടമ്മ. 11 വർഷം പ്രാർത്ഥിച്ച ശേഷം ദൈവം അവർക്ക് കൊടുത്ത നിധിയായിരുന്നു ചിയാര. ചിയാരയുടെ ജനന ദിവസം ചിയാരയെ പറ്റി അമ്മ ഇങ്ങനെ പറഞ്ഞു: ദൈവം ഞങ്ങളുടെ വീട്ടിലേക്ക് വെളിച്ചമായി ഒരു മാലാഖയെ അയച്ചുവെന്ന്. അവൾ ലിറ്ററലി വെളിച്ചം തന്നെയായിരുന്നുവെന്ന് പിന്നീടാണ് എല്ലാവരും മനസ്സിലാക്കിയത്. ചെറുപ്പം മുതൽ ചിയാര എപ്പോഴും ചിരിക്കുന്ന കുട്ടിയായിരുന്നു. അവൾ പാടും, ടെന്നീസ് കളിക്കും, ഫ്രണ്ട്സിനൊപ്പം സമയം ചെലവിടും. പക്ഷെ അതിനിടയിലും അവൾ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നത് ഈശോയെ തന്നെയായിരുന്നു. ചിയാര ബദാനോ ചെറുപ്പത്തിൽ തന്നെ ഫോക്കോ പ്ലെയർ മൂവ്മെന്റിൽ ചേർന്നു. അവിടെ അവൾ യേശുവിനെ സ്നേഹിക്കുന്നത് പ്രാർത്ഥനയിലൂടെ മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നാം നല്ലത് ചെയ്യുമ്പോഴും യേശുവിന് വേണ്ടി ജീവിക്കുന്നു എന്ന് പഠിച്ചു. ചിയാരയുടെ ജീവിതത്തിൽ അവളുടെ സ്നേഹത്തിന്റെ ആഴം കാണിച്ച ഒരു സംഭവമുണ്ട്. ഒരിക്കൽ അമ്മ ചിയാരയുടെ റൂം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചു. അവളുടെ ഫേവറേറ്റ് ടോയ്സ് ഒന്നും കാണാനില്ല. അവളുടെ അമ്മ ചിയാരയോട് ഇതിനെപ്പറ്റി ചോദിച്ചു. അവളുടെ മറുപടി ഇങ്ങനെയായിരുന്നു: അത് ഞാൻ കണ്ട ഒരു പാവപ്പെട്ട കുട്ടിക്ക് കൊടുത്തു. ദൈവം എനിക്ക് ഇത്രയും ചെയ്തു തരുന്നുണ്ടെങ്കിൽ ഞാൻ മറ്റുള്ളവർക്കും അത്രയും തന്നെ ചെയ്തു കൊടുക്കേണ്ടേ? ഒരു 9 വയസ്സുള്ള കുട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞപ്പോൾ അമ്മ അത് അതിശയത്തോടെ കേട്ടുതിന്നു. 16 വയസ്സുള്ളപ്പോൾ ഒരു ദിവസം ടെന്നീസ് കളിക്കുമ്പോൾ ചിയാരയുടെ തോളിൽ കടുത്ത വേദന അനുഭവപ്പെട്ടു. തുടർന്ന് ഹോസ്പിറ്റലിലെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു ചിയാരയ്ക്ക് ബോൺ ക്യാൻസർ ആണെന്ന്. സാധാരണ ഒരാൾക്ക് ഇങ്ങനെ ഒരു രോഗം സ്ഥിരീകരിച്ചാൽ അത് അവരെ മാനസികമായി വളരെയധികം തകർക്കും. പക്ഷെ ചിയാര കാമായി പറഞ്ഞു: ജീസസ്, ഇഫ് യു വാണ്ട് ഇറ്റ്, ഐ വാണ്ട് ഇറ്റ് ടു. കീമോതെറാപ്പി തുടങ്ങി. മുടി കൊഴിഞ്ഞു, ശരീരം ക്ഷീണിച്ചു, വേദന അൺബിയറബിൾ. എന്നാലും അവൾ മോർഫിൻ എടുത്തില്ല. അവൾ പറഞ്ഞു: ഇറ്റ് മേക്സ് മീ സ്ലീപ്പി, ഐ വാണ്ട് ടു സ്റ്റേ അവേക്ക് വിത്ത് ജീസസ്. അവൾ ഹോസ്പിറ്റൽ ബെഡിലും മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കും. അവളെ കെയർ ചെയ്യുന്ന നേഴ്സ് അവളെ പറ്റി ഇങ്ങനെ പറഞ്ഞു: ഞാൻ അവളെ കരുതാനാണ് പോയത്, പക്ഷെ അവളാണ് എന്നെ കരുതിയത്. ചിയാരയ്ക്ക് ഈശോ വെറും വിശ്വാസം മാത്രമല്ലായിരുന്നു, അവളുടെ ലവർ, ബെസ്റ്റ് ഫ്രണ്ട്, ലൈഫ് പാർട്ട്ണർ ആയിരുന്നു. അവൾ യേശുവിനുമായി സ്പോസ് എന്ന് വിളിക്കുമായിരുന്നു. ഒരു ദിവസം അവൾ അമ്മയോട് പറഞ്ഞു: അമ്മേ, ഒരു ദിവസം ഞാൻ പോകും, പക്ഷെ അമ്മ കരയേണ്ട, ഞാൻ ഈശോയുടെ അടുത്തേക്കാണ് പോകുന്നത്. അമ്മയുടെ കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞപ്പോൾ ചിയാര പറഞ്ഞു: ബി ഹാപ്പി മമ്മ, ബിക്കോസ് ഐ എം വിത്ത് ജീസസ്. ആശുപത്രിയിൽ അവളുടെ മുറിയിൽ ഒരു കുരിശുണ്ടായിരുന്നു. അത് കാണുമ്പോഴെല്ലാം അവൾ ചിരിക്കും. ഇവിടെ അവനുണ്ട്, എനിക്കിനി ഭയം വേണ്ട. 1990 ഒക്ടോബർ 7 അവളുടെ 18ാം വയസ്സിൽ അവൾ സ്വർഗത്തിലേക്ക് പോയി. അവളുടെ മുഖമൊന്ന് ഒരു വെളിച്ചം പോലെ തിളങ്ങി. ഡോക്ടർമാർ വരെ പറഞ്ഞു ദർ വാസ് സംതിങ് ഹെവൻലി ഇൻ ദാറ്റ് സ്മൈൽ. വർഷങ്ങൾക്ക് ശേഷം ഒരു ബാലൻ മെനിഞ്ചൈറ്റിസിൽ നിന്ന് അത്ഭുതകരമായി സുഖപ്പെട്ടു. ആ ബാലന്റെ അമ്മ ചിയാരയോട് പ്രാർത്ഥിച്ചിരുന്നു. ആ മിറാക്കിൾ അംഗീകരിച്ച് പോപ്പ് ബെനഡിക്ട് 14 2010 സെപ്റ്റംബർ 25 അവളെ ബ്ലെസ്ഡ് ആയി പ്രഖ്യാപിച്ചു. ചിയാര ജനിച്ച ദിവസമായ ഒക്ടോബർ 29 അവളുടെ ഫീസ്റ്റായി സഭ ആഘോഷിക്കുന്നു. കൂട്ടുകാരെ, ഇപ്പോഴത്തെ ജനറേഷനിൽ ഇങ്ങനെ ജീവിക്കുക ഈസിയല്ല. എന്ത് പെയിൻ വന്നാലും എന്ത് സ്ട്രഗിൾ ഉണ്ടായാലും ഇത് യേശുവിന് വേണ്ടി സമർപ്പിക്കാം എന്ന് പറയാൻ സത്യത്തിൽ ഇറ്റ്സ് നോട്ട് സിമ്പിൾ. ചിയാര ലൂസ് ബദാനയെ പോലുള്ളവർ ഫെയ്ത്ത് എന്നത് ഈസി വേ അല്ല, പവർഫുൾ വേ ആണെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ലൈഫിലും എല്ലായ്പ്പോഴും സന്തോഷം മാത്രമേ ഉണ്ടാകൂ എന്നില്ല. പെയിൻ ഉണ്ടാകും, ലോസ് ഉണ്ടാകും, ഡിസപ്പോയിൻമെന്റ്സ് ഉണ്ടാകും. പക്ഷെ അവയെ യേശുവിനെ സമർപ്പിക്കാൻ നാം ശ്രമിക്കണം. അവൾ പറഞ്ഞതുപോലെ ഡോണ്ട് ക്രൈ ഫോർ മീ, ബി ഹാപ്പി, ഐ ആം വിത്ത് ജീസസ്. നമുക്കും പറയാൻ ശ്രമിക്കാം: ലോർഡ്, ഐ ട്രസ്റ്റ് യു ഈവൻ വെൻ ഇറ്റ് ഹേർട്സ്. ആമീൻ.